നമ്മുടെ മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ചാണ്. ഈ കൊടൈക്കനാലിലേക്ക് അവർ നടത്തിയ സന്ദർശനവും പിന്നീടുണ്ടായ കാര്യങ്ങളും തദ്വാര ഇവര് പ്രശസ്തരായതും ഒരു സിനിമ ഇറങ്ങിയതും ആ സിനിമയ്ക്ക് പിന്നാലെ അവർ അതിപ്രശസ്തരായൊക്കെ ഉള്ള കഥയാണ് മഞ്ഞുമൽ ബോയ്സ് പറയുന്നത്. മഞ്ഞുമലിലെ ഒറിജിനൽ ബോയ്സ്, നോട്ട് ഓൺ ദ ബോയ്സ് ഓഫ് ദ ഫിലിം. അപ്പോൾ ഇപ്പോ നമ്മുടെ അലക്സ് റാം മുഹമ്മദും വാർത്താ സംഘവും ഇപ്പോൾ കൊടൈക്കനാലിലുണ്ട്. അവരവിടുത്തെ ചില ആൾക്കാരോടൊക്കെ സംസാരിച്ചു. അവരൊക്കെ ഈ സിനിമ കണ്ടിട്ടുണ്ട്. ഈ ഗുണ എന്ന തമിഴ് ചലച്ചിത്രം ഇറങ്ങിയതോടെ അൻപോട് കാതലെന്ന് കമലഹാസൻ അറിഞ്ഞു പാടിയതോടെ ആയിരിക്കാം ആ സിനിമ കുറച്ചധികം ശ്രദ്ധിക്കപ്പെട്ടു, പ്രശസ്തമായി. ഇന്നിപ്പോ ആ സിനിമ സൂപ്പർ ഹിറ്റ് ആകുന്നു. ഒരുപക്ഷെ ഗുണ ഇന്നിറങ്ങിയാൽ സൂപ്പർ ഹിറ്റ് ആയിരിക്കും. അപ്പൊ ഈ ഗുണ കെവിൽ വീണ സുഭാഷിന്റെ കഥ പറയുന്ന ആ ചിത്രം അതായത് മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ് ഹിറ്റായതിനു ശേഷം തമിഴ്നാട്ടുകാർ കുറച്ചധികം ആൾക്കാർ ഈ സിനിമ ഇപ്പൊ കാണുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ആൾക്കാരോട് അലക്സ് റാം മുഹമ്മദ് സംസാരിക്കുന്നു. ഓവർ ടു അലക്സ് റാം മുഹമ്മദ് ഇൻ കൊടൈക്കനാൽ. എസ്കേൻ, ഗുഡ് മോർണിംഗ്. എസ്കേൻ, ഭയങ്കര തണുപ്പാണ്, കൊടും തണുപ്പാണ് കൊടൈക്കനാലിൽ. ഈ മഞ്ഞുമലിൽ മഞ്ഞുണ്ടോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നത് യൂട്യൂബിൽ കാണുന്നുണ്ട്. ഇവിടെ കൊടും തണുപ്പാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാത്രിയൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. എസ്കേൻ, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കൊടൈക്കനാലിൽ നിന്ന് പൂമ്പാറ പോകുന്ന വഴി, പൂമ്പാറ മനോഹരമായ ഒരു ഗ്രാമമാണ്, കണ്ടിരിക്കേണ്ട ഒരു ഗ്രാമമാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമാണ് ആ സ്ഥലം. ആ റൂട്ടിൽ ഏതാണ്ട് ഒരു 9 കിലോമീറ്റർ വരുമ്പോഴാണ് നമ്മുടെ ഈ ഗുണ കേവ് ഉള്ളത്. ഞാനിപ്പോൾ ആ ഗുണ കേവിലേക്ക് എത്തുന്ന എൻട്രൻസിന് മുന്നിലാണുള്ളത്. വനം വകുപ്പ് അത് ചെക്ക് പോസ്റ്റ് വെച്ച് ആ എൻട്രൻസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം രാവിലെ 9 മണിക്കാണ് ആ ചെക്ക് പോസ്റ്റ് തുറക്കുന്നത്. 9 മണിക്കാണ് ഗുണ കേവിനുള്ളിലും എൻട്രൻസ് ആരംഭിക്കുന്നത്. തൊട്ടടുത്ത് പില്ലർ റോക്ക് ഉണ്ട്. അതായത് നമ്മൾ ആ ഗുണ കേവ് സിനിമയിലടക്കം, ആ മഞ്ഞുമൽ ബോയ് സിനിമയിലടക്കം കണ്ട ഗുണ കേവിന്റെ ആ പില്ലർ റോക്സ്, അത് സഞ്ചാരികൾക്ക് കാണുന്നതിന് വേണ്ടി ഒരു സൗകര്യം തൊട്ടടുത്ത് തന്നെയുണ്ട്. ഗ്രീൻ വാലി വ്യൂ ഉണ്ട് തൊട്ടടുത്ത്. അങ്ങനെ ഈ വഴി അകത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചകളുടെ കൊടൈക്കനാലിന്റെ വസന്തം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഇവിടെ നിന്നൊരു 3 കിലോമീറ്ററാണ് ഗുണ കേവിലേക്ക് പോകാനുള്ളത്. അതായത് ഡെവിൾസ് കിച്ചൺ എന്ന് വിളിക്കുന്ന ഗുണ സിനിമയ്ക്ക് ശേഷം ഗുണ കേവ് എന്നറിയപ്പെട്ട മഞ്ഞുമൽ ബോയ്സിലൂടെ വീണ്ടും ഹിറ്റായ ഗുണ കേവിലേക്ക് പോകാനുള്ള വഴിയാണിത്. 9 മണിക്ക് ഈ വഴി തുറക്കും. എസ്കേൻ, ഇന്നലെ ഞാനിവിടെ വരുമ്പോൾ വലിയ ജനത്തിരക്കാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ സിനിമ കണ്ടതിന് ശേഷം മലയാളികൾ, ഒപ്പം തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധിയായ സഞ്ചാരികൾ എത്തുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടുകാരൊക്കെ വളരെ ആവേശത്തോടു കൂടിയാണ് മഞ്ഞുമൽ ബോയ്സിനെ സ്വീകരിക്കുന്നത്. ഇതിൽ ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമ പറയുന്നത് ഒരു യഥാർത്ഥ കഥ, ഒരു സർവൈവൽ ത്രില്ലർ ആയതുകൊണ്ട്, അതൊരു യഥാർത്ഥ ഒരു സർവൈവൽ സ്റ്റോറിയാണ് അത് പറയുന്നത് എന്നുള്ളത് കൊണ്ടും വലിയ ആവേശത്തിലാണ്. കാരണം സൗഹൃദത്തിന്റെ ദൃഢത, ആഴം അത് എത്രത്തോളമാണ് എന്ന് ഓരോരുത്തരും അവരുടെ വാക്കുകളിലൂടെ പറയുന്നു. ചില കുഞ്ഞുങ്ങളൊക്കെ അത്തരത്തിൽ പറഞ്ഞത് എന്റെ അനുഭവത്തിലുണ്ട്. ആ കുഞ്ഞു സുഭാഷിനെയും കുട്ടേട്ടനെയും ഒക്കെ ഓർക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ വരുന്നു. അത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഇവിടെ വരുന്നു എന്നുള്ളതാണ്. അത് ഈ മഞ്ഞുമല യഥാർത്ഥ ഹീറോസിന് അവരെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിൽ ഒരു ഹൃദയത്തെ തൊടുന്ന ഒരു സിനിമ തന്നെയാണ് എന്നവർ അങ്ങനെ ഒന്നടങ്കം പറയുന്നുണ്ട്. ഈ സിനിമ പറയുന്ന സൗഹൃദത്തിന് പുറമേ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് സഞ്ചാരികൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഈ ഗുണ കേവിന്റെ അപകട സാധ്യത അത് സംബന്ധിച്ച അവബോധം, കൃത്യമായ അവബോധം നൽകുന്നുണ്ട്. എവിടെയൊക്കെ ഇറങ്ങാം, എവിടെയൊക്കെ ഇറങ്ങണ്ട എന്നുള്ള അവബോധം കൂടി ഈ സിനിമ നൽകുന്നുണ്ട്. അത് കൃത്യമായി പാലിക്കണമെന്ന് കൂടി സഞ്ചാരികൾ പറയുന്നുണ്ട്. അത് സഞ്ചാരികൾക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളത് അവിടെ ഒന്ന് അനുഭവിച്ചതാണ്. നല്ല തണുപ്പുണ്ട്. സ്കെയർ എന്താണെങ്കിലും കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഈ മേഖലയിൽ നിന്ന് വീണ്ടും, അതായത് ഈ ഗേറ്റ് തുറന്നതിന് ശേഷം വീണ്ടും കാണാം.